സ്നേഹമുള്ളവരെ, നമ്മൾ കാൾ റോജേഴ്സ് ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണെന്ന് നമുക്കറിയാം. അദ്ദേഹം 1902 ജനിച്ച് 1987 മരണമടഞ്ഞ പ്രശസ്തനായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ്. ഈ കാൾ റോജേഴ്സാണ് സത്യത്തിൽ ഈ പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി, അല്ലെങ്കിൽ ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി, അല്ലെങ്കിൽ റോജേറിയൻ തെറാപ്പി എന്നൊക്കെ അറിയപ്പെടുന്ന കൗൺസിലിംഗ് രംഗത്തെ തന്നെ വലിയ ഒരു വിപ്ലവാത്മകമായ മാറ്റമുണ്ടാക്കിയ ഒരു തെറാപ്പി നമുക്ക് അവതരിപ്പിച്ചത്. അത് 1940 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിലാണ് കാൾ റോജേഴ്സ് ഈ പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി കൊണ്ടുവന്നത്. 3 കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന്, പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി, എംഫസൈസിങ് എംപതി, ജെനുവിൻനെസ് ആൻഡ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. അതുപോലെ തന്നെ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റും കൂടിയാണ് നമ്മുടെ കാൾ റോജേഴ്സ്. ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ പൊട്ടൻഷ്യൽ, സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. അതുപോലെ തന്നെ നമുക്കറിയാം പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി. എൻകറേജ്ഡ് ആക്റ്റീവ് ലിസണിങ് ആൻഡ് നോൺ ഡയറക്റ്റീവ് ഗൈഡൻസ്. തിയറീസ്: സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി, പീപ്പിൾ സ്ട്രൈവ് ടു ബിക്കം ദെയർ ബെസ്റ്റ് സെൽഫ്സ്. അതാണ് അദ്ദേഹത്തിൻ്റെ തിയറി. കാൾ റോജേഴ്സ് പറയുന്നതനുസരിച്ച് എല്ലാ മനുഷ്യരും സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി സേസ് ദാറ്റ് പീപ്പിൾ സ്ട്രൈവ് ടു ബിക്കം ദെയർ ബെസ്റ്റ് സെൽഫ്സ്. എനിക്ക് എൻ്റെ ബെസ്റ്റ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ആവാൻ പറ്റുന്നുണ്ട്, ഏറ്റവും ബെസ്റ്റ് ആവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ക്ലിനിക്കൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. ഒരു ക്ലിനിക്കൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ബെസ്റ്റ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്. ഒരു കത്തോലിക്ക പുരോഹിതൻ എന്നതിൽ ബെസ്റ്റ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഇൻഡിവിജ്വലായിട്ടുള്ളൊരു ഇന്ത്യൻ സിറ്റിസനാണ്. ഒരു നല്ലൊരു ഇന്ത്യൻ സിറ്റിസൺ ആകാനായിട്ട് ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആവാനായിട്ടുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആകാമോ അതൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. പിന്നെ ആളുടെ തിയറി തന്നെയാണ് ഈ കാൾ റോജേഴ്സിൻ്റെ മറ്റൊരു തിയറിയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഓർഗാനിസ്മിക് ട്രസ്റ്റ് തിയറി, ട്രസ്റ്റിംഗ് വൺസ് ഓൺ എക്സ്പീരിയൻസസ് ആൻഡ് ഇമോഷൻസ്. നമ്മുടെ തന്നെ അനുഭവങ്ങളിലും നമ്മുടെ തന്നെ വികാരങ്ങളിലൊക്കെ വിശ്വസിക്കുക എന്നുള്ളത്. ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആകാനായിട്ട് ശ്രമിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് ഓപ്പൺനെസ്, ഒതൻറ്റിസിറ്റി ആൻഡ് ലിവിങ് ഇൻ ദ പ്രസൻറ്റ്. അപ്പോൾ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആകാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചെങ്കിൽ, 1 ഓപ്പൺനെസ്, 2 ഒതൻറ്റിസിറ്റി ആൻഡ് ലിവിങ് ഇൻ ദ പ്രസൻറ്റ്. ഇതൊക്കെയാണ് ഒരു ക്ലയൻറ്റിന് ഒരു കൗൺസിലറിന്, പ്രത്യേകിച്ചും ഒരു പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പിസ്റ്റിന് വേണ്ട ഗുണങ്ങൾ തന്നെയാണത്. ഓപ്പൺനെസ്, ഞാൻ പറയുന്നത് ഇതൊക്കെ റോജേഴ്സിലുണ്ടായിരുന്ന ഗുണങ്ങളാണ്. അദ്ദേഹം അതിൻ്റെ തിയറിയിൽ അത് കൊണ്ടുവന്നു എന്ന് മാത്രം. തെറാപ്യൂട്ടിക് പ്രിൻസിപ്പിൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എംപതിയും കോൺക്രുവൻസും ആൻഡ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡുമാണ്. നമുക്കറിയാം ഇൻഫ്ലുവൻഷ്യൽ വർക്ക്സ് ഈ നമ്മളുടെ കാൾ റോജേഴ്സിൻ്റെ നമുക്ക് വായിക്കുകയാണെങ്കിൽ ഇതൊക്കെ വായിക്കേണ്ടതാണ് നിങ്ങൾ. ദ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം ചൈൽഡ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ്. 1939 അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം ചൈൽഡ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ വർക്കാണ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി, 1942 ഇറക്കിയതാണ്. അതുപോലെ തന്നെ 3ാമത്തെ വർക്കാണ് ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി, 1951. 4ാമത്തെ വർക്ക് അദ്ദേഹത്തിൻ്റെ ഓൺ ബിക്കമിങ് എ പേഴ്സൺ, 1961. അതുപോലെ തന്നെ എ വേ ഓഫ് ബീയിങ്, 1980. ലെഗസി അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ്ഡ് ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജി ആൻഡ് സൈക്കോതെറാപ്പി, ഷേപ്പ്ഡ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി പ്രാക്ടീസസ്. പ്രത്യേകിച്ചും കാൾ റോജേഴ്സിൻ്റേതായിട്ടുള്ള ഒരു സൈക്കോതെറാപ്പിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരിതുണ്ട്. അതാണ് കൂടുതലും ക്ലയൻറ്റ് സെൻറ്റേർഡ്, അല്ലെങ്കിൽ ക്ലയൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അപ്രോച്ചൊക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ അത് ഹ്യൂമനിസ്റ്റിക് ആണെന്നുള്ളത് നമുക്കറിയാലോ. ഇൻസ്പയർഡ് നോട്ടബിൾ സൈക്കോളജിസ്റ്റ് ലൈക്ക് അബ്രഹാം മാസ്ലോ ആൻഡ് ഫിറ്റ്സ്പേഴ്സിനെയും അബ്രഹാം മാസ്ലോനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മളുടെ കാൾ റോജേഴ്സാണ്. ഇനി കാൾ റോജേഴ്സ് പറഞ്ഞിട്ടുള്ള ചില കോട്ട്സ് നമുക്ക് ഉപകാരപ്രദമായിരിക്കും, അതൊന്ന് നോട്ട് ചെയ്യണം നല്ലതാണ്. ദ വെരി എസൻസ് ഓഫ് ദ ക്രിയേറ്റീവ് ഈസ് ഇറ്റ്സ് നോവൽറ്റി. ദ വെരി എസൻസ് ഓഫ് ദ ക്രിയേറ്റീവ് ഈസ് ഇറ്റ്സ് നോവൽറ്റി. അടുത്തൊരു കൊട്ടേഷൻ അദ്ദേഹത്തിൻ്റെ, ദ പേഴ്സൺ സെൻറ്റേർഡ് അപ്രോച്ച് ഹോൾഡ്സ് ദാറ്റ് the actualizing tendency is the primary motivator. The person-centered approach holds that the actualizing tendency is the primary motivator. മറ്റൊരു കോട്ട്,
എംപതി ഈസ് എ സ്പെഷ്യൽ വേ ഓഫ് ബീയിങ് വിത്ത് അനദർ പേഴ്സൺ. ഇതൊന്ന് എല്ലാ സൈക്കോളജിസ്റ്റും എഴുതി വെക്കാവുന്നതാണ്. എംപതി ഈസ് എ സ്പെഷ്യൽ വേ ഓഫ് ബീയിങ് വിത്ത് അനദർ പേഴ്സൺ. എംപതി ഈസ് എ സ്പെഷ്യൽ വേ ഓഫ് ബീയിങ് വിത്ത് അനദർ പേഴ്സൺ. നമുക്കറിയാം, ഒരു എംപത്തിക് ആയിട്ടുള്ള ഒരാൾ, അതൊരു അമ്മയാണെങ്കിലും ഒരു അപ്പനാണെങ്കിലും എംപാത്തിക് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതിൻ്റെ കാരണം അതൊരു മറ്റൊരാളുടെ കൂടെ ആയിരിക്കുമ്പോൾ, അത് എംപാത്തിക് ആകുമ്പോൾ അതൊരു സ്പെഷ്യൽ വേ ഓഫ് ബീയിങ് ആണ്. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാൾ റോജേഴ്സിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട അദ്ദേഹത്തിൻ്റെ ഡിഗ്രികളും കരിയറും കാര്യങ്ങളൊക്കെ വരും. അദ്ദേഹം വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റാണ്. എപ്പോഴും കാൾ റോജേഴ്സിനെ കുറിച്ചിട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് അങ്ങനെ അറിയാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു പേഴ്സണലായിട്ടുള്ള തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു അനുഭവം, പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പി ഉപയോഗിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് ഒരു വ്യക്തിയെ കുറേയധികം നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന ഒരു അനുഭവം നിങ്ങളോട് പറയാം. അത് ഞാൻ എൻ്റെ കൗൺസിലിംഗ് കരിയർ തുടങ്ങിയത് 2007 2007 അവസാനം. അപ്പോഴാണ് എൻ്റെ PhD കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. 2008 ഈ സംഭവം. ഇത് കുറച്ച് അകലെ നിന്ന് മറ്റൊരു ജില്ലയിൽ നിന്നുള്ള ഒരു പാരൻസ് അവരുടെ ഒരു ടീനേജ് മകനെയും കൊണ്ട് എന്നെ കാണാനായിട്ട് വന്നു. കുറച്ച് അകലെ നിന്നാണ്. അപ്പോൾ അത് മറ്റൊരു അച്ഛന് പരിചയമുള്ള ആ അച്ഛൻ്റെ ബാച്ചിൽ പഠിച്ചിരുന്ന ഒരു ആൾ ഇപ്പോൾ ലീവ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകനാണ് ഈ കുട്ടി, ടീനേജ് കുട്ടിയെ കൊണ്ടുവരുമ്പോൾ ടീനേജ് കുട്ടി അവൻ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ദയനീയവും വേദനാജനകവുമായിരുന്നു. അവൻ പറഞ്ഞത്, അവൻ്റെ ചെറുപ്പത്തിൽ അവൻ്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞതല്ല, പല ദിവസങ്ങളിലായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പി വഴിയായിട്ട് എനിക്ക് 2-3 ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അതിന് കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് വഴിയായിട്ടും അതുപോലെ തന്നെ എംപാത്തിക്കായിട്ട് നമ്മൾ അവനെ ലിസൺ ചെയ്തതുകൊണ്ടും ജെനുവിനായിട്ട് നമ്മളെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവരുടെയൊക്കെ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് വെളിച്ചം വീശാൻ പറ്റിയത്. അതിൽ ആദ്യത്തെ സംഭവമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. പേരൊക്കെ ഞാൻ പറയുന്നില്ല, സത്യമായിട്ടുള്ള പേര് പറയുന്നില്ല. അപ്പോൾ ഈ ടീനേജ് യുവാവ് വരുന്നത് അവൻ്റെ വീട്ടിലിങ്ങനെ അരി പിടിക്കണം, മില്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു തമിഴനായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അത് ചെറുപ്പം മുതൽ അവിടെ വന്നിട്ടുള്ളതാണ്. അവൻ 5 വയസ്സിൽ ഈ തമിഴ് കുട്ടി അവരുടെ വീട്ടിൽ വന്ന് താമസിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ ഇവൻ ടീനേജ് ആയിരിക്കുമ്പോൾ ഈ തമിഴ് കുട്ടിക്ക് അന്ന് ഒരു 10-20 വയസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനെക്കാട്ടിലും 1-2 വയസ്സ് 3 വയസ്സ് മൂത്തതാണ് അവൻ ഈ കുട്ടിയെ ഹോമോസെക്ഷലായിട്ട് ദുരുപയോഗിച്ചു. അങ്ങനെ കുറേ പ്രാവശ്യം ദുരുപയോഗിച്ച് ഈ കുട്ടി എന്ത് ചെയ്തു, ഇവന് 2 പെങ്ങന്മാരാണുള്ളത്, താഴെയുള്ള പെൺകുട്ടികളാണ്. അത് ചെറുത് അന്ന് 9ലും 6ലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ. അതിലെ തൊട്ട് താഴെയുള്ള പെൺകുട്ടികളുടെ അടുത്ത് ഇവൻ ഈ സെക്ഷുവലായിട്ടുള്ള ദുരുപയോഗങ്ങളൊക്കെ തുടർന്നു. അങ്ങനെ ഇവനെ ഒരു ടീനേജ് പ്രായമായപ്പോൾ, അതായത് ഇപ്പോൾ ഏകദേശം ഇവൻ +1 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടിക്കും ഏകദേശം പ്രായപൂർത്തിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്താണ് ഇവർ ആങ്ങളും പെങ്ങളും കൂടിയിട്ടുള്ള ദുരുപയോഗങ്ങളും സെക്ഷുവൽ തെറ്റൊക്കെ നടക്കുന്നത്. അപ്പോൾ അവന് ഭയങ്കരമായിട്ടുള്ള കുറ്റബോധം, പേടിയും ഒക്കെയായി. അങ്ങനെ അവനൊരു പള്ളിയിലേക്ക് കുമ്പസാരിക്കാൻ പോയപ്പോൾ ആ അച്ഛൻ പറഞ്ഞ കാര്യം വളരെ അവനെ സംബന്ധിച്ചിടത്തോളം, ഇത് അവനിൽ നിന്ന് ഞാൻ കേൾക്കുന്ന കഥയാണ്. നിനക്കൊക്കെ പോയി ചത്തുടറ എന്ന് ഒരു വാക്ക് അച്ഛൻ്റെ വായിൽ നിന്ന് എന്തോ വന്നുപോയി എന്ന് പറയുന്നു. ഈ കുട്ടി പറയുന്നു, വന്നു പോയിട്ടുണ്ടാകാം. അന്ന് മുതൽ അവൻ സൂയിസൈഡലായിട്ട് മാറുകയും അവൻ ആ പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്ക് കാണുന്ന ബസ്സിൻ്റെ മുമ്പിലേക്ക് എടുത്ത് ചാടാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ കുറച്ച് ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ അവനുണ്ടായി. പരീക്ഷയിലൊക്കെ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. മരിക്കണം എന്നുള്ള ചിന്ത സ്ട്രോങ് ആയപ്പോഴാണ് അവൻ്റെ പേരൻസ് എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുവരുന്നത്. ഇവനെ എംപാത്തിക്കായിട്ട് വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ പല പ്രാവശ്യം കേട്ടു. അവൻ എപ്പോഴും അവനെ കൊണ്ടുവരാനായിട്ട് അപ്പനും അമ്മയും ഒരു 3 മണിക്കൂർ കാറിൽ ഡ്രൈവ് ചെയ്തിട്ടാണ് അവരുടെ ജില്ലയിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് ചൈതന്യ കൗൺസിൽ സെൻ്റർ ചിയാരത്തേക്ക് അവരെത്തിയിരുന്നത്. അവർ റെഗുലറായിരുന്നു ഈ കുട്ടിയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ. കാരണം അവർക്ക് മനസ്സിലായത് സീരിയസ് ആണ് കാര്യം എന്നുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് അവനെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡൊക്കെ കൊടുത്ത്, ലവൊക്കെ കൊടുത്ത്, അവന് ജെനുവിനായിട്ടുള്ള അവൻ അണ്ടർസ്റ്റാൻഡിങ് കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ അവനും ഞാനുമായിട്ട് നല്ലൊരു റാപ്പോ സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ മാറ്റങ്ങൾ വളരെയധികം സ്പീഡപ്പ് ആവാനായിട്ട് തുടങ്ങി. അവൻ ദൈവത്തിൽ നല്ല വിശ്വാസമുള്ള കുട്ടിയായിരുന്നു. ആ സമയത്തൊക്കെ അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. ഈ കുമ്പസാരത്തിൽ ഇങ്ങനെ അച്ഛൻ പറഞ്ഞതുകൊണ്ടും
പലതുകൊണ്ടും. എങ്കിലും അവനിൽ മെല്ലെ മെല്ലെ വിശ്വാസവും അവൻ്റെ പ്രാർത്ഥനയും അതൊക്കെ തിരിച്ചു വരാനും മെല്ലെ മെല്ലെ അവൻ BSc ഫിസിക്സ് പിന്നെ പഠിക്കാനും അങ്ങനെ അതിനുശേഷം MSc ഫിസിക്സ് ചെയ്യാനും അങ്ങനെ പ്രത്യേകിച്ച് പിന്നീടൊരു ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ജോലി കിട്ടാനും ഇപ്പോൾ വിദേശത്ത് അവനും അവൻ്റെ ഭാര്യയായിട്ട് സെറ്റിൽ ആവാനൊക്കെ അവന് സാധിച്ചു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവൻ എന്നെ ട്രസ്റ്റ് ചെയ്തു, അവന് നമ്മൾ ട്രസ്റ്റ് ചെയ്തു, അവന് ജെന്യുവിനായിട്ടുള്ള ലവും കെയറും അണ്ടർസ്റ്റാൻഡിങ്ങും കൊടുത്തു. അപ്പോൾ കുറച്ച് വർഷങ്ങളെടുത്തു. അങ്ങനെ ആ വർഷങ്ങളിലൂടെയൊക്കെ അവനിൽ മെല്ലെ മെല്ലെ മാറ്റങ്ങൾ വരികയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിനെ മറ്റൊരു കൗൺസിലറുടെ അടുത്തേക്ക് അന്ന് തന്നെ വിടാൻ സാധിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും ദുരുപയോഗിക്കപ്പെട്ട കുട്ടികളാണ്. ഈ രണ്ടുപേരും ഇന്ന് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജീവിതം നയിക്കുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഒരു കാര്യം ഓർക്കാനുള്ളത്. അവനെന്നും ഇപ്പോഴും അവനെ കല്യാണത്തിനൊക്കെ വിളിച്ചിരുന്നു, എന്നെ കല്യാണത്തിന് വിളിച്ചിരുന്നു, അങ്ങനെ പോയിരുന്നു. ഇപ്പോൾ അവൻ ഒരു വിദേശ രാജ്യത്ത് നല്ല സെറ്റിൽഡായിട്ട് നല്ലൊരു നേഴ്സിനെ കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു. അവനിപ്പോൾ ഒരു കുട്ടിയുടെ അപ്പനാവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടെ അത് ഞാൻ ഓർക്കുകയാണ്. ഒരെണ്ണം ഇതുപോലെ തന്നെ ഫാദറിനാൽ ദുരുപയോഗിക്കപ്പെട്ട ഒരു പെൺകുട്ടി. അവൾ 24 വയസ്സായിരുന്നു അന്ന് എൻ്റെ അടുത്ത് വരുമ്പോൾ. അവൾ തൃശ്ശൂരുള്ള ഒരു തുണിക്കടയിൽ ഒരു ജോലിക്ക് നിൽക്കുകയായിരുന്നു. അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടിയാണ്. അവൾക്ക് അന്ന് മാനസികമായ അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഇത് രണ്ടും ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ കാര്യത്തിൽ, ആൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ കാര്യത്തിലാണ്, അവർക്ക് സൈക്കോളജിക്കലായിട്ട് അവർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു ടീം വർക്കായിരുന്നു. ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ശൈലജയും ഞാനുമായിട്ടാണ് ഇതും നേരത്തെ പറഞ്ഞതും വർക്ക് ചെയ്തത്. അപ്പോൾ മരുന്നിൻ്റെ കാര്യം സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ശൈലജ രാംകുമാർ ഹൈടെക്കിൽ വർക്ക് ചെയ്തിരുന്ന ഡോക്ടറാണ്. അദ്ദേഹം നോക്കിയിരുന്നത്. മറ്റു കാര്യങ്ങൾ നമ്മളാണ് നോക്കിയിരുന്നത്. തെറാപ്പി കാര്യങ്ങൾ ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ഈ രണ്ടാമത് വരുന്ന പെൺകുട്ടിയുടെ കാര്യം എന്ന് വെച്ചെങ്കിൽ, അവൾക്കൊരു 4 വയസ്സാവുമ്പോൾ അവളുടെ ഗ്രാൻഡ് ഫാദർ, അതായത് ഫാദറിൻ്റെ ഫാദർ, ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയോട് പറയുകയും ചെയ്തു, ആ കുട്ടീനെ പേടിപ്പിച്ച് ട്രൗമാറ്റിക് ആയിട്ടുള്ളൊരു അനുഭവം ആ കുട്ടിക്കുണ്ടായി. നീ ഇത് ആരോടെങ്കിലും പുറത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കോഴിയെ കൊല്ലുന്നത് പോലെ നിന്നെ കൊല്ലും. അപ്പോൾ കുട്ടി പറയാണ്, അവരുടെ വീട്ടിൽ കോഴിനെ കൊല്ലുക എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഒരു മുട്ടിയുണ്ട്, ആ മുട്ടിയുമേ കോഴിയുടെ തല കൊടുന്ന് വെക്കും, എന്നിട്ട് വെട്ടോത്തി കൊണ്ട് ഒറ്റ വെട്ടാണ്. അപ്പോൾ ചോര തെറിച്ചിട്ട് ചുമരുമയൊക്കെ ആവണത് ഈ കുട്ടി കണ്ടിട്ടുണ്ട്. അതുപോലെ നിന്നെയും നിൻ്റെ അമ്മയെയും കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി അതുകൊണ്ട് പേടിച്ച് ഈ അനുഭവത്തിന് ശേഷം റേപ്പ് ചെയ്ത മാതിരിയാണ് ആ കുട്ടിയെ ചെയ്തിരിക്കുന്നത്. കുട്ടി ആരോടും പറഞ്ഞില്ല. പക്ഷേ കുട്ടിക്ക് വയറൊക്കെ വന്ന് വീർക്കുകയും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ചെയ്തു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവിടെയൊന്നും കുട്ടി കാര്യം പറഞ്ഞില്ല. പക്ഷേ കുട്ടി അതിനൂടെ തന്നെ വളരെ ഷോക്ക്ഡായി. പിന്നെ കുട്ടി ഒരു വിഡ്രോൺ ലൈഫാണ് നയിച്ചിരുന്നത്. അതിനുശേഷം വീട്ടിൽ നിന്ന് കുട്ടി നാട് വിട്ടു പോവുകയും ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്ന സ്വഭാവമായി. അതുകൊണ്ട് തന്നെ 24 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവൾ പുറത്ത്, വീട്ടിൽ നിന്നും യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുകയായിരുന്നു. അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, പുരുഷന്മാരോട് താല്പര്യമില്ല, ആരോടും താല്പര്യമില്ല, അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ ഇത് ഉപയോഗിച്ചു. പെസസിൻ്റെ തെറാപ്പി മാത്രമല്ല കേട്ടോ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് മറ്റ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള തെറാപ്പിയൊക്കെ ഉപയോഗിച്ച് അവളെ നമുക്ക് ഒരു സാധാരണ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ അതിനോട് ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും അവളൊരു പുതിയൊരു പാർട്ട്ണറെ, ഇവിടെ ഒരു കാറ്റഗിസ്റ്റ് അധ്യാപകനെ അവൾ തന്നെ കണ്ടുപിടിച്ചു. അവളങ്ങനെ കല്യാണം കഴിക്കാനും ഇപ്പോൾ 4 കുട്ടികളുടെ അമ്മയായി നമ്മളുടെ ഈ ഭാഗത്തുള്ള ഒരു കാറ്റഗിസം അധ്യാപകനെ കല്യാണം കഴിച്ച് അവർ ഹാപ്പിയായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിധിക്കാതെ, ഉപദേശിക്കാതെ, ജഡ്ജ് ചെയ്യാതെ, അവരെ മാനസിക രോഗിയാക്കാതെ, അങ്ങനെയൊന്നും ചിത്രീകരിക്കാതെയൊക്കെ നമ്മൾ ജെന്യുവിനായിട്ട് അവരുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എടുത്ത് അവരെ നോക്കി വളർത്തുമ്പോൾ നമുക്ക് അതിലൂടെ നല്ല ഒരു വ്യക്തിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പിയുടെ വിജയം അതാണ്. ഓരോ വ്യക്തിയിലും കുറേ നന്മകൾ കാണുക, അവർക്ക് എന്തൊക്കെ ആയിത്തീരാൻ പറ്റുമെന്ന് നമ്മൾ കാണുക, അവരെ നമ്മൾ മനസ്സിലാക്കുക, അവരെ ജെന്യുവിനായിട്ട് സപ്പോർട്ട് ചെയ്യുക, അവരുടെ കൂടെ നമ്മളുണ്ടെന്ന് പറയുക, നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുക, അവരുടെ ജീവിതത്തിൽ അവർ തന്നെ തീരുമാനമെടുക്കാനായിട്ട് അവരെ സഹായിക്കുക, നല്ലൊരു ഫെസിലിറ്റേറ്റർ ആവുക, കൂടെ നിൽക്കുന്ന ഒരാളാവുക. തീർച്ചയായിട്ടും നമുക്ക് ധാരാളം ജീവിതങ്ങൾക്ക് താങ്ങും തണലുമാകാൻ കഴിയും. ഒരു വാക്ക് ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളൊന്നും പെട്ടെന്ന് തന്നെ സൈക്യാതെറാപ്പിസ്റ്റ് ആവാനായിട്ട് ഇറങ്ങി ചാടി പുറപ്പെടരുത്. ഇത് നമുക്കറിയാം, PhD ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് കുറേയധികം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇതൊക്കെ നമുക്ക് ആവാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കതിന് പ്രാക്ടിക്കുമുണ്ട്, ഇൻറ്റേൺഷിപ്പുണ്ട്, അതുപോലെ തന്നെ കുറേ വർഷത്തെ, ഇപ്പോൾ ഞാനൊരു 17 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇമോഷൻസും ഒക്കെ ആയിട്ട് ഉള്ള കാര്യമായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പണിയറിയില്ലെങ്കിൽ മുറിവൈദ്യൻ ആളെ കൊല്ലാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുറിവൈദ്യം വെച്ചിട്ട് നമ്മൾ വലിയ തെറാപ്പിസ്റ്റായിട്ട് ചമയരുത്. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയണം. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരുടെ അടുത്തേക്ക് നമ്മൾ റെഫർ ചെയ്യണം. പ്രത്യേകിച്ചും ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഇത് അസസ് ചെയ്യാണ്. ഇതിന് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള കാര്യമാണോ അതോ വെറും സൈക്കോളജിക്കൽ പ്രോബ്ലം ആണോ? സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലത് സൈക്കാട്രിക് ഗൈഡൻസ് ആവശ്യമുള്ളതാണ്, അതിന് സൈക്കാട്രിക് ഗൈഡൻസും കൊടുക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ 2 പേർക്കും അന്ന് വരുമ്പോൾ അവർക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് പ്ലസ് സൈക്കോതെറാപ്പി ആവശ്യമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ നല്ല തെറാപ്പിസ്റ്റ് ആവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് അതിന് വേണ്ടതായിട്ടുള്ള സംശയ നിവാരണം നടത്തി തരാനായിട്ട് സാധിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്ലാസ് കേട്ട എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി. ഭാവിയിൽ ഇനിയും കൂടുതലായിട്ട് പഠിച്ച് പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പിയെക്കുറിച്ച് നിങ്ങൾ വെറുതെ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ധാരാളം മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. കാൾ റോജേഴ്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. പ്രത്യേകിച്ചും തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി എന്ന ജെറാൾഡ് കോറിയുടെ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പിയെക്കുറിച്ച് തന്നെയുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും. ഇതിലത്തെ 7ാമത്തെ തിയറീസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കൗൺസിലിംഗ് എന്നുള്ള ജെറാൾഡ് കോറിയുടെ ബുക്കിലെ 7ാമത്തെ ചാപ്റ്റർ പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പിയാണ്. ഓക്കെ, അത് കൂടുതലായിട്ട് വായിക്കുക. അതുപോലെ തന്നെ കാൾ റോജേഴ്സിൻ്റെ മറ്റു ബുക്സൊക്കെ വായിച്ച് കൂടുതലായിട്ട് ഈ പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പിയെക്കുറിച്ച് അറിയാനും അതിൽ നിങ്ങൾ നിപുണരാകാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.